നമ്മുടെ ആരാധനയിൽ നാം വായിക്കുന്ന 5-ാം തുബ്ദേനിൽ തുടക്കം ഇപ്രകാരമാണല്ലോ: ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും, നിക്കായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസുസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നോദോസുകളുടെയും. ഇതാണ് നമ്മുടെ തുബ്ദേൻ പ്രാർത്ഥനയിൽ മനോഹരമായി നാം വിശുദ്ധ കുർബാനയിലൂടെ ഉച്ചരിച്ചു വരുന്ന ആദ്യ ഭാഗം. ഇതിലാദ്യ സുന്നോദോസിൻ്റെ 1700-ാം വാർഷികം. മലങ്കര സഭയ്ക്ക് തീർച്ചയായും ഇത് അഭിമാന നിമിഷമാണ്. പരിശുദ്ധ ബാവാ തിരുമേനി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ, സഭയുടെ തലവൻ എന്ന നിലയ്ക്ക് മറ്റ് സഭാ തലവന്മാരോടും മറ്റ് ദേശങ്ങളിലെ അധ്യക്ഷന്മാരോടുമൊക്കെ ചേർന്ന് ഈ വിശ്വാസ പ്രമാണം കൗൺസിൽ രൂപീകരിച്ചതായ അതേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനും ഒരേ സ്വരത്തിൽ പല സഭകളാണെങ്കിലും വിശ്വാസ പ്രമാണം ഒരുമിച്ച് നിന്ന് ചൊല്ലുവാനും കഴിഞ്ഞു എന്നത് നാം എല്ലാവരും ഓൺലൈൻ വഴിയൊക്കെ വളരെ ഭംഗിയായി കണ്ടു. മലങ്കര സഭയുടെ തലവനും അവിടെ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് തികഞ്ഞ അഭിമാനമാണ്. 1700 വർഷത്തെ ചരിത്രത്തിൻ്റെ ഗതിയെ തിരിക്കുന്നതിൽ നാം അതിൽ പങ്കാളികളാകുന്നുവെന്ന് സിംബോളിക്കായി, പ്രതീകാത്മകമായി നമുക്ക് പറയാനായിട്ട് കഴിയും. ഞാൻ ഈ അടുത്ത സമയത്ത് CSI സഭ നടത്തിയതായ നിക്യ സുന്നോദോസിൻ്റെ 1700-ാം വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അഭിമന്യ സാബുക്കോശി തിരുമേനി ഇവിടെ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. തിരുമേനി അവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം, അഭിമന്യ തിരുമേനിയും CSI സഭയിലെ മറ്റ് തിരുമേനിമാരോട് ചേർന്ന് പഴയ സുന്നോദോസുകൾ നടന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. അവിടെയൊന്നും ഇപ്പോൾ സഭയ്ക്കായി പള്ളികളില്ല, ദേവാലയങ്ങളില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്മാരകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. പരിശുദ്ധ ബാവാ തിരുമേനിയും അത് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ മുമ്പാകെ ഇവിടെ പറഞ്ഞു. തിരുമേനി അത്, സാബുക്കോശി തിരുമേനി അത് വളരെ വിഷമത്തോടുകൂടി പറയുന്നത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ഊഴം വന്നപ്പോൾ തിരുമേനിയോട് പറഞ്ഞു, വിഷമം വേണ്ട. അന്നുണ്ടാക്കിയ ഒരു വിശ്വാസ പ്രമാണവും അന്നത്തെ കാനോനുകളും ഇന്നും ക്രൈസ്തവ സഭയ്ക്ക് മുതൽക്കൂട്ടായി നിൽക്കുന്നു. പള്ളി കെട്ടിടത്തേക്കാൾ വലുത് അവിടെ നിന്ന് പകർന്നു ലഭിച്ചതായ വിശ്വാസ സത്യങ്ങളാണ് എന്ന് പറയുവാൻ റെഡിയായി. അതുകൊണ്ട് നമുക്ക്, എനിക്ക് തോന്നുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് കേരളത്തിൽ അവസാനമായി ഇങ്ങനെയൊരു സമ്മേളനം നടത്തുന്നത്. ഇതിന് മുന്നമേ വിവിധ ഭദ്രാസനങ്ങളിലും ഇടവകളിലുമൊക്കെ ഇത് നടത്തിയെങ്കിലും സഭ എന്ന ലേബലിൽ അവസാനമായിട്ട് നടത്തുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മുഴുവനും ഇത് വളരെ ഭംഗിയായി ആചരിച്ചു എന്ന് കാണുന്നത് നമുക്ക് സന്തോഷമാണ്. നിക്യ സുന്നോദോസ് AD 325 വിളിച്ചു കൂട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അറിയൂസിൻ്റെ വേദവിരീതമാണ്. തീർച്ചയായും അറിയൂസിൻ്റെ വേദവിരീതം മാത്രമല്ല, ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ തന്നെ ജ്ഞാനവാദവും അതിൻ്റെ ഡിഫറൻറ്റ് വേർഷൻസും, ഡോസറ്റിസവും സബലിനിസവും അഡോപ്ഷനിസവും, ഇങ്ങനെ വിവിധ പേര് പറയാൻ ഞാൻ മറന്നുപോയതുമായ പലതരം വേദവിരീതങ്ങൾ സഭയിലുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ അറിയനിസം അല്ലെങ്കിൽ അറിയൂസിൻ്റെ വേദവിരീതം സഭയ്ക്കുണ്ടാക്കിയ പ്രത്യാഘാതം പോലെ മറ്റാരും അധികം ഉണ്ടാക്കാഞ്ഞതുകൊണ്ടായിരിക്കാം റോമാ സാമ്രാജ്യത്തെ മുഴുവനും ഒരുമിച്ച് വെച്ച് കുസ്തന്തീനോസ് രാജാവ് ഒരു ആഗമാന സുന്നോദോസ് വിളിച്ചു കൂട്ടാനായിട്ട് കാരണമായത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അറിയൂസിൻ്റെ വേദവിരീതം
അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ വേറെയാണെങ്കിലും അത് സഭയ്ക്ക് ഒരുപാട് വിപത്തുകൾ ഉണ്ടാക്കുമെന്ന് സഭാപിതാക്കന്മാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അറിയോസിൻ്റെ വേദവിരുദ്ധത്തിൽ 3 കാര്യങ്ങൾ വളരെ ശക്തമായി പറയുന്നു. രാവിലെയുള്ള പ്രബന്ധങ്ങളിലൊക്കെ അത് പറഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിചാരം. ദ സൺ വാസ് ക്രിയേറ്റഡ് ബൈ ദ ഫാദർ. പിതാവിൻ്റെ സൃഷ്ടിയാണ് പുത്രൻ. ആൻഡ് ദെയർഫോർ ഹി ഈസ് നോട്ട് ദ സെയിം സബ്സ്റ്റൻസ് വിത്ത് ദ ഫാദർ. അതുകൊണ്ട് തന്നെ പിതാവിനോട് സാരാംശത്തിൽ തുല്യനല്ല എന്നുള്ള ഒരു ടീച്ചിങ്. 2, ദ സൺ ഈസ് സബോർഡിനേറ്റ് ടു ദ ഫാദർ ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ട്രൂ ഗോഡ്. പിതാവിന് കീഴിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവപ്രകാരം ദൈവമല്ല, സത്യദൈവമല്ല. ഹി ക്യാൻ ബി കോൾഡ് എ സെമി ഗോഡ്, ഒരു പകുതി ദൈവം അല്ലെങ്കിൽ പകുതിക്ക് മേളിലുള്ള ദൈവം എന്നൊക്കെ വിളിക്കാം എന്ന്. ക്രൈസ്റ്റ് ഡസ് നോട്ട് ഷെയർ ദ ട്രൂ നേച്ചർ ഓഫ് ഗോഡ് ദ ഫാദർ എന്നുള്ള ഒരു രണ്ടാമത്തെ ടീച്ചിങ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഇംപ്ലിക്കേഷനായിട്ട് മൂന്നാമതൊരു ഘടകം കൂടി വരുന്നുണ്ട്. രക്ഷാപരമായ കാര്യങ്ങളിൽ വേദവിരീതം കടന്നു കയറുന്നതായ കാഴ്ച കൂടിയുണ്ട്. ഒരു സോട്ടിയോളജിക്കൽ ഇംപ്ലിക്കേഷൻ ഇസ് ദെയർ. അറിയോസിൻ്റെ ചിന്ത അനുസരിച്ച് ക്രൈസ്റ്റ് ക്യാൻ റെഡീം ബിക്കോസ് ഹി ഈസ് മോറലി പെർഫെക്റ്റ്, നോട്ട് ബിക്കോസ് ഹി ഷെയർസ് ഗോഡ്സ് നേച്ചർ. ക്രിസ്തുവിന് രക്ഷ സാധ്യമാക്കാം, പക്ഷേ അതൊരു ധാർമ്മികമായ രീതിയിൽ മാത്രമാണ്. സ്വഭാവപ്രകാരം പിതാവിനോട് ഒന്നായിട്ടുള്ളവനല്ലാത്തത് കൊണ്ട് അത് പൂർണ്ണ ദൈവമായി രക്ഷ നടപ്പിലായി എന്ന് പറയുക പ്രയാസമാകുന്നു എന്ന ഒരു ചിന്ത അവിടെ ഉണ്ട്. സത്യത്തിൽ ഈ 3 കാര്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട മറുപടിയാണ് നിക്കിയ സുന്നോദോസിൽ സംഭവിക്കുന്നത്. മഹാനായ അലക്സാണ്ട്രിയയിലെ മാർ അത്താനാസ്യൂസ് അന്ന് പാത്രിക്കീസ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ വഴി 2-3 കാര്യങ്ങൾ നിക്കിയ സുന്നോദോസിൽ പ്രധാനമായി എടുത്തു പറയുന്നുണ്ട്. 1, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ബിഗോട്ടൻ സൺ ഓഫ് ഗാഡ് ബട്ട് നോട്ട് മെയ്ഡ്. ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും എന്ന് മലയാളത്തിൽ നാം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലാറുണ്ടല്ലോ. ഹി ഈസ് കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ. സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവൻ. സമനും സമത്വവും ഒന്നും ഒക്കെയുള്ള വാക്കുകളൊക്കെ മാറി തിരിഞ്ഞുമൊക്കെ പറയുന്നതായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പിട്ട് സെമിനാരിയിലെ ഫാക്കൽറ്റി അച്ഛന്മാരോട്ടിരുന്ന് സംസാരിച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ പലതും ഒക്കെ പറഞ്ഞ് അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ, ഹോമോ ഊസിയോസ് എന്ന ഗ്രീക്ക് പദം കൊണ്ട് വളരെ കൃത്യമായി മാർ അത്താനാസ്യൂസ് നിർവചിച്ച് ഒരു പുതിയ ഫോർമുല നൽകി. അതുകൊണ്ട് തന്നെ ദ സാൽവേഷൻ ഹാസ് ബീൻ അക്കംപ്ലീഷ്ഡ് ആൻഡ് പെർഫെക്റ്റഡ് ബൈ ക്രൈസ്റ്റ്. രക്ഷ ക്രിസ്തുവിനാൽ പരിപൂർണമായി സാധ്യമായി, അത് പൂർണ്ണമാണ് എന്ന് ഉറപ്പിക്കുവാനായി നിക്കിയ സുന്നോദോസിന് സാധ്യമായി. പ്രകാശത്തിനുള്ള പ്രകാശം, സത്യദൈവത്തിനുള്ള സത്യദൈവം, ലൈറ്റ് ഓഫ് ലൈറ്റ്, ട്രൂ ഗോഡ് ഓഫ് ട്രൂ ഗോഡ് എന്നൊക്കെ വിശ്വാസ പ്രമാണത്തിൻ്റെ 2ാം ഖണ്ഡികയിൽ കൃത്യമായി നാം ചൊല്ലുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിയോസിൻ്റെ വേദവിരീതത്തെ നിക്കിയ സുന്നോദോസ് ഭംഗിയായി ടാക്കിൾ ചെയ്തുവെങ്കിലും അത് സംബന്ധിച്ചുള്ള ഡിബേറ്റുകൾക്ക് അന്തമുണ്ടായില്ല എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. കാരണം തൊട്ടു പിന്നാലെ വീണ്ടും വാദപ്രതിവാദങ്ങൾ ധാരാളമായി അന്തരീക്ഷത്തിൽ നടന്നതായും അത് യൗനാമേസിൻ്റെ വേദവിരീതമായും മക്കതോനിയ വേദവിരീതമായും കുറച്ചുകൂടി കഴിഞ്ഞാൽ അപ്പള്ളോനേസിൻ്റെ വേദവിരീതമായിട്ടുമൊക്കെ സഭയിലേക്ക് കടന്നു വന്ന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായും നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AD 381 കൂടിയ കുസ്തന്തീനോപ്പോലിസിലെ പൊതു സുന്നോദോസ് നിക്കിയ സുന്നോദോസിൽ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണത്തെ കൃത്യമായി എഡിറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കാം ചിലയിടത്തെങ്കിലും നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് നൈസീനോ കോൺസ്റ്റാന്റിനോപ്പൊളിറ്റൻ ക്രീഡ് എന്ന് വിളിക്കാറുണ്ട്. നാം നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നുവെങ്കിലും
നിക്യ ഫോർമുലേറ്റ് ചെയ്തു. കുസ്തന്തീനോപ്പോലിസ് അത് കൃത്യമായി എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി. എഫേസസ് സുന്നഹദോസ് അതിനെ റീകൺഫേം ചെയ്ത് 1700 വർഷക്കാലം മുറ തെറ്റാതെ ഈ പാരമ്പര്യം ഒഴുകി വന്ന് നാമും നമുക്ക് പിന്നാലെ വരുന്ന തലമുറകളും വളരെ ഭംഗിയായി അത് ഉച്ചരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിക്യാ സുന്നഹദോസിനും അതിന് മുമ്പും അതിന് പിൻപുമുള്ള മിക്കവാറും എല്ലാ വേദവിരീതങ്ങളെയും വളരെ ശക്തമായി തച്ചുടയ്ക്കുവാൻ കഴിയുന്ന ഒരു പ്രമാണരേഖയായി നിക്യാവിശ്വാസ പ്രമാണത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത് ഈ ഒരൊറ്റ കാരണത്താലാണ്. ഇതിലെ നിക്യാ സുന്നഹദോസിലെ പ്രധാന വിഷയങ്ങൾ, മെയിൻ തീംസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗോഡ് ഈസ് 1 and 3, പരിശുദ്ധ ത്രിത്വം, ത്രിയേക ദൈവം, ക്രിയേഷൻ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്, സർവസൃഷ്ടിയുടെയും, അത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവത്തിൻ്റെയും, ദ ഫാദർഹുഡ് ആൻഡ് ഗോഡ്ഹെഡ് ഓഫ് ദ ഫാദർ, പിതാവിൻ്റെ പിതൃത്വം ദൈവത്വം, ദ ഗോഡ്ഹെഡ് ഇൻകാർണേഷൻ ഓഫ് ദ സൺ, ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്, പുത്രൻ്റെ ദൈവത്വം, പുത്രൻ്റെ പുത്രത്വം, മനുഷ്യാവതാരം, ഡിവൈൻ മദർഹുഡ് ഓഫ് ഹോളി വിർജിൻ മേരി, അത് ക്രിസ്റ്റോളജിയുടെ ഒരു സൗണ്ട് ടൈറ്റിലായി മാറുന്നു. ദ ഹിസ്റ്ററി ആൻഡ് തിയോളജി ഓഫ് സാൽവേഷൻ, പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ടത് വളരെ ഭംഗിയായി ഇവിടെ വിവരിക്കുന്നത് കേട്ടു. സാൽവേഷൻ, രക്ഷാ പദ്ധതി കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, പരിശുദ്ധാത്മാവിൻ്റെ രക്ഷാ പ്രവർത്തനങ്ങൾ കൃത്യമായി. ദ നേച്ചർ ഓഫ് ദ ചർച്ച്, സഭയേകം, വിശുദ്ധം, കാതോലികം, അപ്പോസ്തോലികം. ബാപ്റ്റിസം ആൻഡ് ഫോർഗീവ്നെസ് ഓഫ് സിൻസ്, പരിശുദ്ധ മാമോദീസ, പാപമോചനം. ദ സാക്രമെൻ്റൽ നേച്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ കൗദാശിക സ്വഭാവം. ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ പുനരുത്ഥാനം, ന്യായവിധി. ഇങ്ങനെ കർത്താവിൻ്റെ മനുഷ്യാവതാര രക്ഷാകര രഹസ്യങ്ങളെല്ലാം ഒരു മാലയിൽ കോർത്തിരിക്കുന്നത് പോലെ വളരെ ഭംഗിയായി നിക്യ വിശ്വാസ പ്രമാണത്തിലൂടെ ഈ 3 പൊതു സുന്നഹദോസുകൾ, പ്രത്യേകിച്ച് നിക്യ സുന്നഹദോസ് പകർന്നു നൽകി എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥവും അന്വർത്ഥവുമായി ബലഹീനായി ഞാൻ കാണുന്നത്. എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത് എന്ന് പരിശുദ്ധ ബാവാതിരുമേനിയും അതുപോലെ തന്നെ അഭിമന്യ ക്രിസ്തോസിനെയും അഡ്വക്കേറ്റ് ബിജു ഉമ്മനുമൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അക്കമിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, ദ ക്രീഡ്, സുന്നഹദോസിൻ്റെ ആചരണം അർത്ഥമാക്കുന്നത് അവിടെ നിന്ന് പുറപ്പെട്ടു വന്നതായ വിശ്വാസ പ്രമാണവും കാനോനുകളും അതുപോലെയുള്ളതായ മറ്റ് കാര്യങ്ങളുമാണ്. അതാണ് സുന്നഹദോസിൻ്റെ പ്രസക്തിയെ നിലനിർത്തുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് നൈസിയൻ ക്രീഡ്. നമ്മളെപ്പോഴും സുന്നഹദോസുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് വിശ്വാസ പ്രമാണമാണല്ലോ. ദ നൈസിയൻ ക്രീഡ്, ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി എ ഡോക്ട്രിനൽ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു പ്രഖ്യാപനപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാത്രം കാണേണ്ടതില്ല. പിന്നെയോ, ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ വെരി പ്രൊഫൗണ്ട് എക്സ്പ്രഷൻ ഓഫ് അവർ പ്രെയർ, അവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഒരു ശരിയായ പ്രകടനമായി വിശ്വാസ പ്രമാണത്തെ കാണുവാനായിട്ട് നമുക്കിടയാകണം. എല്ലാ മെയിൻ സ്ട്രീം ചർച്ചസും, അത് റോമൻ കത്തോലിക്ക സഭയായാലും ഓർത്തഡോക്സ് സഭയായാലും ആംഗ്ലിക്കൻ സഭ ആയാലും മറ്റ് സഭകളായാലും എല്ലാ മെയിൻ സ്ട്രീം ചർച്ചസും വളരെ കൃത്യമായി ഈ വിശ്വാസ പ്രമാണത്തെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. എവരിവെയർ ഇറ്റ് ഈസ് റിസൈഡഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലിറ്റർജി പ്രെയർ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ മാത്രം ഉച്ചരിക്കുന്ന ഒരു പ്രമാണമായി നാം ഇതിനെ മാറ്റിയതിൻ്റെ കാരണം അതാണ്. ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളുടെ കേന്ദ്രബിന്ദുവായി വിശ്വാസ പ്രമാണത്തെ ദർശിക്കണം. തിയോളജിക്കൽ ക്ലാസ്സിലും സൺഡേ സ്കൂൾ ക്ലാസ്സിലും ഒക്കെ കൃത്യമായി കുട്ടികളോട് പറയാറുണ്ട്, യു ജസ്റ്റ് ചെക്ക്
ഈച്ച് ആൻഡ് എവറി ഫ്രേസ് ഓഫ് ദ നൈസിയൻ ക്രീഡ്. ഓരോ ഫ്രേസും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് നാം ഇന്ന് ആചരിച്ചു വരുന്ന നല്ല പ്രമാണങ്ങളുടെ പ്രഖ്യാപനങ്ങളുടെ എല്ലാം അന്തസത്തയെ രൂപപ്പെടുത്തിയെടുക്കുവാനായി സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പരിശുദ്ധ തൃത്വം, മനുഷ്യാവതാരം, പരിശുദ്ധ റൂഹായുടെ ആളത്വം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മെ ഒരുമിപ്പിച്ച് നിർത്തുന്നു. അത് സഭയുടെ, ക്രൈസ്തവ സഭയുടെ ഐക്യത്തിലേക്ക് വളരുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഈ നിക്യാ സുന്നോദോസ് രൂപപ്പെട്ടത് when the church was undivided. സഭ ഭിന്നിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു സുന്നോദോസാണ്. അതുകൊണ്ട് തന്നെ ഈ സുന്നോദോസിന് അതിൻ്റേതായ ഒരു ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായ ആധികാരികത ഉണ്ട്. ഭിന്നിച്ച സഭയല്ല, ഭിന്നിക്കാത്ത സഭ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു വിശ്വാസ പ്രമാണം പകർന്നു വന്നതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഈ സുന്നോദോസിൻ്റെയും അവിടെ നിന്ന് വരുന്ന പ്രമാണങ്ങളുടെയും ആധികാരികത ചോദ്യം ചെയ്യാനൊക്കാത്തതാണ്. ദർ ഇസ് ആൻ എക്യൂമെനിക്കൽ സ്പിരിറ്റ് ഇൻ ഇറ്റ്. ഇപ്പോഴും എല്ലാ സഭകളെയും ചേർത്ത് നിർത്താനുള്ള ഒരു സ്പിരിറ്റ് ഇതിലുണ്ട്. ആൻഡ് യൂണിവേഴ്സാലിറ്റി, സർവ ലൗകികമായി യൂണിവേഴ്സലായി എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള മാർഗങ്ങളുണ്ട്. സോ ഇറ്റ് ഹെൽപ്പ് us to go forward to achieve the real unity. യഥാർത്ഥ ഐക്യത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ശരിയായ ഒരു സന്ദേശം ഈ നിക്യാ സുന്നോദോസും അതുപോലെ തന്നെ അവിടെ നിന്ന് രൂപപ്പെട്ട ഒന്നായ വിശ്വാസ പ്രമാണം നമുക്ക് നൽകുന്നു. നമ്മളെല്ലാവരും ആരാധന കോണ്ടക്സ്റ്റിൽ ഇത് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇറ്റ് കൺസിഡേഴ്സ് ഫോർ us to keep a spiritual solidarity. ആധ്യാത്മികമായ ഐക്യം കാത്തു സൂക്ഷിക്കുവാനായും നമ്മെ സഹായിക്കുന്നു. സത്യവിശ്വാസത്തിൻ്റെ സത്ത ഈ വിശ്വാസ പ്രമാണം നിർവചിക്കുന്നു എന്നതിനാൽ കൃത്യമായും സഭ ഭിന്നിച്ചതിന് ശേഷവും വ്യത്യാസങ്ങളും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളും കണ്ടുപിടിക്കുവാനും ഈ സുന്നോദോസും അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നതായ വിശ്വാസ പ്രമാണവും നമ്മെ സഹായിക്കുന്നു. വിശദീകരണം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയച്ചുരുക്കം മൂലം ഞാനത് വിടുകയാണ്. ക്രിസ്തുവിൻ്റെ രക്ഷാകര മനുഷ്യാവതാര രഹസ്യങ്ങളുടെ വർണ്ണന ഇതിനുള്ളതിനാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന രഹസ്യങ്ങളിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ ഇത് സഹായിക്കുന്നു. മറ്റ് ക്രൈസ്തവ സഭകളെയും ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഇത് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊരു കൗൺസിലിൽ നിന്ന് രൂപപ്പെട്ടു വന്നതായതുകൊണ്ട് തന്നെ നമ്മെ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിന്ന് ഒരു കൗൺസിലായി രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിക്യാ സുന്നോദോസിലെ പോലെ പ്രതിവിധി നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകും. ഈ വിശ്വാസ പ്രമാണം രൂപീകൃതമായത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എൻ്റെ ഒരു അച്ഛൻ, ഒന്നിനായ സക്കറിയ പള്ളിക്കാപ്പറമ്പിൽ അച്ഛൻ, ഈ അടുത്ത സമയത്ത് വിശ്വാസ പ്രമാണത്തിലെ ഓരോ വാക്കുമെടുത്ത് അതിന് തുല്യം, അതിന് ആധികാരികത നൽകുന്നതായ വേദവാക്യങ്ങളെ തപ്പിയെടുത്ത് മനോഹരമായ ഒരു ചെറിയ എഴുത്ത് തയ്യാറാക്കി അത് കാർഡായിട്ട് അടിച്ച് ഞാൻ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും കൊടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പച്ചനും പിന്നെ ഞാനുമൊക്കെ അത് വീണ്ടും പരിശോധിച്ച് കാർഡടിച്ച് കൊടുക്കുകയുണ്ടായി. വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ കൃത്യമായി രൂപപ്പെട്ടു വന്നിരിക്കുന്നതാണ് എന്നത് ഇതിൻ്റെ ആധികാരികതയെ കൂടുതൽ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സാംസ്കാരിക ഭൂമിശാസ്ത്രമായ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മെ ഇത് ഉറപ്പിച്ചു നിർത്തുന്നു. ഞാൻ നിർത്തിക്കൊള്ളട്ടെ. അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നത് ക്രിസ്ത്യാനികളുടെ മുഴുവൻ രക്ഷയുടെ അടയാളമായി നമുക്ക് ഉറപ്പിച്ച് വീണ്ടും ചൊല്ലാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും മരിച്ചവരുടെ പുനരുത്ഥാനവും ഒക്കെ വിശ്വാസ പ്രമാണത്തിലുള്ളതുകൊണ്ട് ഈ വിശ്വാസ പ്രമാണത്തിൽ ഒരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ റിയാലിറ്റി ഇൻ ദ പ്രസൻറ്റ് ടൈം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഭാവി, ഭൂത, വർത്തമാന കാലത്തിലെ സമുന്നയം
വളരെ ഭംഗിയായി നമുക്ക് നിർവചിക്കാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിശ്വാസ പ്രമാണത്തിലെ പരാമർശം സഭാമക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് വളരെ വലിയ ശക്തിയാണ്. ദ അഫർമേഷൻ ദാറ്റ് ദ സ്പിരിറ്റ് ഈസ് എ ലോർഡ് ആൻഡ് ഗീവർ ഓഫ് ലൈഫ്, സകലത്തെയും ജീവിപ്പിക്കുന്നതും ജീവനുള്ളവനുമായ പരിശുദ്ധ റൂഹ indicates the Spirit's active role in sustaining and guiding the church. പരിശുദ്ധ റൂഹ ഇന്നും സഭയെ നയിക്കുന്നു, തുടർന്ന് നയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. മുറിഞ്ഞ ലോകത്തിൽ മുറിവിണക്കി സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നിക്യ സുന്നതദോസും നിക്യ വിശ്വാസ പ്രമാണവും തുടർന്നും നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബലഹീന ഞാൻ എൻ്റെ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.